Voice of Couture, bridging heritage and headlines. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രണ്ട് കൈകൊണ്ടും രണ്ട് ഭാഷകൾ ഒരേ സമയത്ത് ഇങ്ങനെ എഴുതുമായിരുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മരിച്ചു പോയിട്ട് അധികകാലം ആയിട്ടില്ല. ദശരഥന്റെ മകളാണ്. അദ്ദേഹത്തിനൊരു മകളും ഉണ്ടായിരുന്നു, രാമൻ മാത്രമല്ല. ശാന്ത എന്നായിരുന്നു മകളുടെ പേര്. അങ്ങനെ ശാന്ത എന്ന് പറയുന്ന ഈ കുമാരിയെ ലോമപാദന് വളർത്താൻ കൊടുത്തു. അതൊന്നും രാമായണത്തിൽ വന്നിട്ടില്ല. രാമായണത്തിന്റെ ചില കോപ്പികളിൽ ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കായി. ഈ പുരാണങ്ങൾ പറയുന്നത് ദശരഥൻ ഈ രഥം ഓടിക്കുന്നത് കാണുമ്പോൾ ഒരേ സമയത്ത് 10 രഥങ്ങൾ ഓടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ നമ്മൾ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദശരഥ മഹാരാജാവിന്റെ കഥയാണ്. രാമായണത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ് അവതാരമൂർത്തിയായ ശ്രീരാമന്റെ പിതൃത്വം വഹിച്ച ദശരഥ മഹാരാജാവ്. ദശരഥനെ നമുക്ക് പരിചയപ്പെടുത്തുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് പ്രശസ്ത വേദശാസ്ത്ര സംസ്കൃത പണ്ഡിതനും ആധ്യാത്മിക പ്രഭാഷകനുമായ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്കാണ്. ഇദ്ദേഹം പാലയിലെ ശ്രീരാമകൃഷ്ണ സംസ്കൃത കോളേജിലെ ആചാര്യനായിരുന്നു. NSSന്റെ തന്ത്ര വിദ്യാപീഠത്തിന്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയായിരുന്നു. നമുക്ക് വൈദിക് സാറിനെ വോയിസ് ഓഫ് കുറ്റൂരിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. അല്ലേ സാർ? നമസ്കാരം. ഹരി ഓം ഹരി. സാർ, നമ്മൾ ഇന്ന് ദശരഥനെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വ്യൂവേഴ്സിന്. നമുക്ക് അതിലേക്ക് കടക്കാം. ദശരഥൻ വാസ്തവം പറഞ്ഞാൽ രാമായണത്തിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. നമ്മൾ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് കരുതുന്ന 1 രാമൻ, 2 സീത, 3 അങ്ങനെയാണ് അത് പോവുക. പക്ഷേ ഈ ദശരഥന് ഉള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ, ഉത്തരേന്ത്യയിൽ വലിയ പ്രാധാന്യമാണ് ദശരഥന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ദശരഥനെ കുറിച്ച് നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ദശരഥൻ ജനിച്ച സമയത്ത് പുള്ളിക്കിട്ട പേര് ദശരഥൻ എന്നായിരുന്നില്ല, യജ്ഞദത്തൻ എന്നായിരുന്നു എന്നാണ് പരക്കെയുള്ള വിശ്വാസം. അപ്പൊ ഞാൻ 1-2 പുരാണങ്ങളിൽ അതിന്റെ റെഫറൻസ് നോക്കിയപ്പോൾ അത് റെഫറൻസിൽ അങ്ങനെ ഉണ്ട്. അതായത് ഇദ്ദേഹം ജനിച്ച സമയത്ത് ഇദ്ദേഹത്തിന് മാതാപിതാക്കൾ ഇട്ട പേര് യജ്ഞദത്തൻ. പിന്നെ ദശരഥൻ എന്നുള്ള പേരെങ്ങനെ വന്നു? ഇദ്ദേഹം യുദ്ധത്തിൽ അതീവ പ്രമാണിയായിരുന്നു, അസാധാരണ പോരാളിയായിരുന്നു. 10 രഥങ്ങളുള്ളവൻ എന്നാണ് ദശരഥൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. രാവണന്റെ പേര് ദശകണ്ഠൻ എന്നാണ്. നമ്മളൊന്ന് അനലൈസ് ചെയ്തെങ്കിലേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. രാമായണത്തിനകത്ത് ആദ്യകാല വാൽമീകി രാമായണങ്ങളിൽ ദശകണ്ഠൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കാരണം കൂടെ വിശദമാക്കിയിട്ടുണ്ട്. 10 വിദ്യകൾ ഒരേ സമയത്ത് പ്രയോഗിക്കാൻ പറ്റുന്നവൻ എന്നാണ് ദശകണ്ഠൻ എന്ന് പറയുന്നത്. അല്ല 10 തലയുണ്ടെന്നല്ല, തല ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. 10 വിദ്യകൾ ഒരു സമയത്ത്. ഇത് നമ്മുടെ ആധുനിക കാലത്ത് പലർക്കും ഉണ്ടായിരുന്നു. നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, അദ്ദേഹം പിന്നെ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും എഴുതുമായിരുന്നു ഒരേ സമയത്ത്. അപ്പൊ അദ്ദേഹത്തെ അവധാനി എന്നാണ് വിളിക്കുക. അവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. ദ്വ്യാവധാനി എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ പറ്റുന്നവൻ. അപ്പം ശതാവധാനി എന്ന് പറഞ്ഞാൽ 100 കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ പറ്റുന്ന ബ്രെയിൻ ഉള്ളയാൾ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ 2 കൈകൊണ്ടും 2 ഭാഷകൾ ഒരേ സമയത്ത് ഇങ്ങനെ എഴുതുമായിരുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മരിച്ചു പോയിട്ട് അധികകാലം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റുമെങ്കിൽ 2-ൽ കൂടുതലും ചെയ്യാൻ പറ്റുന്ന കക്ഷികളുണ്ടാവും. ഇതുപോലെ ഈ പുരാണങ്ങൾ പറയുന്നത് ദശരഥൻ ഈ രഥം ഓടിക്കുന്നത് കാണുമ്പോൾ ഒരേ സമയത്ത് 10 രഥങ്ങൾ ഓടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു എന്നാണ്. വേഗം കൊണ്ടും ആയുധപ്രയോഗങ്ങൾ കൊണ്ടും, ആയുധപ്രയോഗങ്ങളിലെ സ്പീഡ്, ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു പേര് ദശരഥന് വരുന്നത്. അപ്പൊ ഈ ദശരഥൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേരാണ്. അദ്ദേഹത്തിന് സമ്മാനമായിട്ട് അദ്ദേഹത്തെ ആൾക്കാർ വിളിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ബഹുമതിയാണ്. അപ്പോൾ അതിന്റെ ശരിക്കുള്ള പേര് യജ്ഞദത്തൻ എന്നാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദേഹത്തിനൊരു മകളും ഉണ്ടായിരുന്നു, ശാന്ത എന്നായിരുന്നു മകളുടെ പേര്. അപ്പൊ ഈ ശാന്തയെ അതൊന്നും രാമായണത്തിൽ വന്നിട്ടില്ല. രാമായണത്തിന്റെ ചില കോപ്പികളിൽ ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കായി. മഴ പെയ്യിക്കുന്ന ഒരു ഫിലിം ഇറങ്ങിയായിരുന്നല്ലോ, വൈശാലി. അപ്പൊ വൈശാലിക്കകത്ത് ലോമപാദൻ എന്ന് പറയുന്ന മഴ പെയ്യിക്കാൻ വേണ്ടി ഋഷ്യശൃംഗൻ ലോമപാദന്റെ രാജ്യത്തേക്ക് വരുന്നു. അയാൾ കാലുകുത്തുന്ന നിമിഷത്തിൽ തന്നെ മഴ പെയ്യുന്നു. അപ്പോൾ ഈ മഴ പെയ്തതിന് പ്രത്യുപകാരമായി ലോമപാദൻ എന്ന് പറയുന്ന രാജാവ് തന്റെ മകളെ ഋഷ്യശൃംഗന്
വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഈ മകൾ വാസ്തവത്തിൽ ലോമപാദന്റെ മകളല്ല, ദശരഥന്റെ മകളാണ്. ലോമപാദന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ലോമപാദൻ വന്ന് തന്റെ ബന്ധുവായിരുന്ന ദശരഥനോട് പറഞ്ഞു, തനിക്ക് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇത്രയും കുട്ടികളില്ലേ, ആൺകുട്ടികളെ എടുത്തതിന് ശേഷം പെൺകുട്ടിയെ എനിക്ക് വളർത്താൻ തരൂ എന്നപേക്ഷിച്ചു. അങ്ങനെ ശാന്ത എന്ന് പറയുന്ന ഈ കുമാരിയെ ലോമപാദന് വളർത്താൻ കൊടുത്തു. ഇങ്ങനെ ലോമപാദനും ദശരഥനുമായി ഒരു ബന്ധമുണ്ട്. ഇത് ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? ഇത് മൂലരാമായണത്തിലുമുണ്ട്, സ്കാന്ദപുരാണത്തിലുണ്ട്, പത്മപുരാണത്തിലുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്. അത് ശരി. അവിടെ എല്ലാം ഇതിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വെട്ടം മാണിയുടെ പുരാണകഥാ നിഘണ്ടുവിലും ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനകത്ത് ഈ പുരാണങ്ങളൊക്കെ ഉദ്ധരിച്ചിരിക്കുന്നതിനകത്ത് കുറെ പെശകൊക്കെ ഉണ്ട്, എന്നാലും കാണാനാണ് ഇട. അപ്പം അങ്ങനെയാണ് ഈ ശാന്തയെ ലോമപാദൻ കൊണ്ടുപോകുന്നത്. ഇനി മറ്റൊരു സംഗതി, ഇദ്ദേഹത്തിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. രാമായണ കാലത്ത് ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും ഉണ്ടായിരുന്നില്ല. നിഷിദ്ധമായിരുന്നു. ഇത് നിഷിദ്ധമായിരുന്നു. അങ്ങനെ വരാൻ കാരണം വേദത്തിൽ വിവാഹ മന്ത്രങ്ങൾക്കകത്ത് പറയുന്നത് ഗൃഹ്ണാഭിതേ സൗഭഗത്വായ ഹസ്തം മയാ പത്യാ ദരദഷ്ടിരധാസ ഭഗോ അരിയമാ സവിതാ പുരന്ധിർമഹ്യം ത്വാ ദുർഗാർഹവത്യായ ദേവ എന്നൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ദ്വിവചനമാണ്. സംസ്കൃതത്തിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, അങ്ങനെ 3 വചനങ്ങളുണ്ട്. ഒന്നിനെ കുറിക്കുന്നത് ഏകം, രണ്ടിനെ കുറിക്കുന്നത് ദ്വി, മൂന്നിനെ കുറിക്കുന്നത് ബഹു. അപ്പം വിവാഹ മന്ത്രങ്ങൾ മുഴുവൻ ദ്വിവചനത്തിലാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹത്തിൽ എപ്പോഴും ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമേ ഉള്ളൂ. 2 പേരാണ് ദ്വിവചനം. ഒരിക്കലും ബഹുഭാര്യാത്വമോ ബഹുഭർത്തൃത്വമോ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 3 ഭാര്യമാരെ ദശരഥനുണ്ടായിരുന്നത്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ദശരഥൻ ആദ്യം വിവാഹം കഴിച്ചത് കോസല രാജ്യത്തെ രാജകുമാരിയെയാണ്, കൗസല്യ. കൗസല്യയുടെ യഥാർത്ഥ പേര് വേറെന്തോ ആണ്. കോസല രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ടാണ് കൗസല്യ എന്ന് പേര് വരുന്നത്. അതിനുശേഷം കൗസല്യയിൽ അനവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ല. അങ്ങനെ വന്നപ്പോഴാണ് കേകയ രാജ്യത്തെ രാജാവിന്റെ മകളായിരുന്ന കൈകേയിയെ വിവാഹം കഴിക്കുന്നത്. ഈ കേകയ രാജ്യം ഇപ്പോഴത്തെ ചരിത്രകാരന്മാർ പറയുന്ന റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗമായ കോക്കസസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതടങ്ങുന്ന രാജ്യമാണ് കേകയം. അപ്പൊ ഈ കേകയ രാജ്യത്ത് നിന്നുള്ള രാജകുമാരിയെ കൊണ്ടുവന്നു. അങ്ങനെ അവരെ വിവാഹം കഴിച്ചു. അവരിലും കുട്ടികളില്ല. അപ്പൊ ആചാര്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിവാഹം കൂടെ കഴിക്കാൻ പറഞ്ഞു അവസാനമായി. അങ്ങനെയാണ് സുമിത്രയെ വിവാഹം കഴിക്കുന്നത്. സുമിത്രയെ വിവാഹം കഴിച്ചിട്ടും കുട്ടികളുണ്ടായില്ല. അപ്പോ ഒരു കാര്യം ചെയ്തു. അതിനകത്ത് ഒരുപാട് രാമായണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഏതോ ഒരു രാമായണത്തിൽ ഈ പരാമർശം കൊടുക്കുന്നുണ്ട്. അതായത് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തു. രാമായണത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ശ്രീരാമൻ രാമേശ്വരത്ത് വെച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അതിനു മുമ്പ് രാമൻ ഇവിടെ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദശരഥൻ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. അപ്പൊ ഇതിന്റെ അർത്ഥം രാമായണ കാലത്ത് തന്നെ വിഗ്രഹാരാധന നിലവിലുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നതിൽ നിന്ന് ആരാധന കഴിഞ്ഞപ്പോൾ അന്ന് അവരുടെ കുലഗുരു ആയിരുന്ന ആൾ, അദ്ദേഹം ഇവരോട് നിർദ്ദേശിച്ചു, പുത്രകാമേഷ്ടി യാഗം നടത്തണം. വസിഷ്ഠനാണ് കുലഗുരു. പുത്രകാമേഷ്ടി യാഗം നടത്താൻ നിർദ്ദേശിച്ചു. ഈ പുത്രകാമേഷ്ടി യാഗത്തിന്റെ പ്രത്യേകത, യജ്ഞം ചെയ്യുന്നതിന്റെ അവസാന ഭാഗത്ത് പുത്രകാമ മന്ത്രം എന്ന് പറഞ്ഞ് വേദത്തിലൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിച്ച് പായസം ഹോമിക്കണം. 108 തവണ പുത്രകാമ മന്ത്രം ജപിച്ച് പായസം ഹോമിക്കുക. ഇതാണ് അതിനെക്കുറിച്ചൊരു സൂചനയുള്ളത്. ഇന്ന് പുത്രകാമേഷ്ടി നടത്താറുണ്ട്. പണ്ട് ചെറുകോൽപ്പുഴയിൽ ഒരു പുത്രകാമേഷ്ടി നടന്നിരുന്നു. അതിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏതാണ്ട് ഒരു 60% ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായി. എനിക്ക് എൻ്റെ വിശദാംശങ്ങളൊന്നും കിട്ടിയില്ല. ഏതായാലും 60% കൂടുതൽ പേർക്കുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ പുത്രകാമ മന്ത്രം ജപിച്ച് ഹോമം നടത്തി. അപ്പോ ഹോമാഗ്നിയിൽ നിന്ന് ഒരു പുരുഷൻ പായസവുമായി ഉയർന്നു വന്നു. ഈ പായസം എടുത്ത് കൗസല്യ കഴിച്ചു, കൈകേയി കഴിച്ചു. ഇവര് 2 പേരും കൂടി സുമിത്രയ്ക്ക് കൊടുത്തു. കൗസല്യയും കൊടുത്തു, കൈകേയിയും കൊടുത്തു. അപ്പൊ 2 തവണ പായസം കഴിച്ചതുകൊണ്ട് സുമിത്രയ്ക്ക് 2 കുട്ടികളുണ്ടായി. ഒരു തവണ കഴിച്ച കൗസല്യ രാമന്റെ അമ്മയായി, കൈകേയി ഭരതന്റെ അമ്മയായി. അവർ 2 പേരും ഓരോ തവണ ഈ പായസം കഴിച്ചുള്ളൂ. അപ്പൊ ഇവിടെ ഒരു വലിയ സംശയം വരുന്നത്, യജ്ഞാഗ്നിയിൽ നിന്ന് ഉയർന്നു വരുമോ ഒരു പുരുഷൻ? ഉയർന്നു വരുമോ? ഉത്തരം ഇല്ല. പിന്നെ ഇവർ കഴിച്ചത് എന്താ? നമ്മൾ സാധാരണ ഹോമം നടത്തിയാൽ അതിനകത്ത് ഹോമിക്കുന്ന പദാർത്ഥങ്ങൾ ഹോമിച്ചു കഴിഞ്ഞതിന് ശേഷം മിച്ചം വരും. ഈ മിച്ചം വരുന്ന പദാർത്ഥത്തെ യജ്ഞശിഷ്ടം
എന്ന് പറയും. യജ്ഞത്തിന്റെ ബാക്കി വേറൊരു പേരുണ്ട്, സംവാദം. യജ്ഞ സംവാദം. അത് പാൽപ്പായസമായിക്കോട്ടെ, ശർക്കര പായസമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ സംവാദത്തിനൊരു പ്രത്യേകതയുള്ളത് ഇതിന് ഔഷധവീര്യമുണ്ട്. ഇത് കഴിച്ചാൽ രോഗങ്ങൾ മാറുകയും തടസ്സങ്ങൾ നീങ്ങുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ശക്തി ഇതിനുണ്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചത് ആരും യജ്ഞാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നതല്ല. യജ്ഞത്തിന്റെ മിച്ചം വന്ന പായസം, യജ്ഞത്തിൽ ഹോമിച്ച് മിച്ചം വന്ന പായസം ഇവർക്ക് കൊടുത്തതാണ്. അത്രയും കരുതിയാൽ മതി. വാസ്തവത്തിൽ ഒരു പുരുഷൻ ഉയർന്നു വന്നു എന്നുള്ളത് അലങ്കാരമാണ്. നടന്നത് ഈ പായസം എടുത്തവർക്ക് കൊടുത്തു, അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് 3 ഭാര്യമാരുണ്ടായി എന്നുള്ളതിന്റെ ഉത്തരമാണ്. കൗസല്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുത്രകാമേണ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് പുത്രകാമം കൊണ്ട്, രാജ്യം ഭരിക്കാൻ കുട്ടി വേണ്ടേ, അതിന് 2ാമത് കല്യാണം കഴിച്ചത്. അത് പറ്റാതെ വന്നപ്പോഴാണ് 3ാമതും കല്യാണം കഴിച്ചത്. ഇതൊക്കെ പുത്രകാമം കൊണ്ട് ചെയ്തതാണ്, അല്ലാതെ അന്നത്തെ രീതിയോ ആചരണമോ അല്ല. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി രാജാവിന് അങ്ങനെ ചെയ്യാം. രാജാവിനല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഇവരെ 3 പേരെയും ധർമ്മപത്നിമാരായിട്ടാണ് രാമായണം പറയുന്നത്. ദശരഥന്റെ മരണം പുത്രദുഃഖം കൊണ്ടാകും എന്ന് പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിനകത്ത് കഴിഞ്ഞ ജന്മത്ത് ചെയ്ത പാപം കാരണം പുത്രദുഃഖം കൊണ്ട് ദശരഥൻ മരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന രാമായണങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരു ശ്രവണൻ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ അച്ഛനെയും അമ്മയും ശ്രവണൻ ഇങ്ങനെ നോക്കിയിരുന്നു. അവസാനം അവർക്ക് വെള്ളം കൊണ്ടുവരാൻ പോയ സമയത്ത് ദശരഥൻ അത് ആനയാണ് വെള്ളം കുടിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത് അയാളെ കൊന്നു. അപ്പോൾ ഇവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് ശ്രവണന്റെ കാര്യം പറയാൻ വേണ്ടി ദശരഥൻ തന്നെ ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ അവർ ശപിച്ചു, നീ പുത്രദുഃഖം കൊണ്ട് മരിക്കും എന്ന് ശപിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഈ കഥ ചില രാമായണങ്ങളിൽ പൂർവ്വജന്മത്ത് ചെയ്തതായിട്ടാണ് ചില രാമായണങ്ങൾ പറയുന്നത്. എന്നാൽ ചില രാമായണങ്ങൾ ഈ ജന്മത്ത് തന്നെ ചെയ്തതായിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ അത് പൂർവ്വജന്മ പാപമാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ജന്മത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഒരു 90% അടുത്ത ജന്മത്താണ് കിട്ടുക, ഈ ജന്മത്തല്ല. അപൂർവം ചില കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്ത് തന്നെ വന്നു എന്നിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദശരഥന്റെ പൂർവ്വജന്മത്ത് ദശരഥൻ ഇങ്ങനെ ഒരു പാപം ചെയ്തതുകൊണ്ടാണ് ദശരഥന് പുത്രദുഃഖം കൊണ്ട് മരിക്കേണ്ടി വന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ദശരഥൻ വരം കൊടുത്തു കൈകേയിക്ക് എന്ന് പറയുന്നുണ്ട്. ആ വരത്തിൽ അദ്ദേഹം അത്യധികം ദുഃഖിക്കുന്നുണ്ട്. എന്നാലും സത്യത്തിൽ നിന്ന് മാറാൻ ദശരഥൻ തയ്യാറായില്ല. മകനോട് പറയാൻ മടിയായിരുന്നെങ്കിൽ പോലും അവസാനം എങ്ങനെയൊക്കെയോ മകൻ ഇതറിഞ്ഞു. പിന്നെ പല രാമായണങ്ങളിലും മന്ധര എന്നൊരു കഥാപാത്രം ഇല്ല. സരസ്വതി മന്ധരയുടെ നാവിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം. അത് പല രാമായണങ്ങളിലും ഇല്ല. അപ്പൊ രാമായണങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് മന്ധരയുടെ ഏഷണിയിൽപ്പെട്ടു കൈകേയി എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഏഷണി പറഞ്ഞതാണ്, ഏഷണി പറഞ്ഞ് മുടക്കിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് വളരെ രസകരമായ സംഗതി, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് പോലെ എന്ത് സംഭവിച്ചാലും ആരെന്ത് ചെയ്താലും അതിനും പിന്നിൽ ഒരു കർമ്മവാസന ഉണ്ടാവും. നമ്മുടെ കർമ്മം വളരെ സങ്കീർണമാണ്. ഗഹനാ കർമ്മണോഗതി എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മം വളരെ ഗഹനമാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ഈ കർമ്മം പ്രവർത്തിക്കുക. അപ്പൊ ആ പ്രവർത്തിക്കുന്നത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കർമ്മത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ദശരഥൻ. എന്ന് വെച്ചാൽ ധർമ്മമാർഗത്തിൽ നിന്ന് വേറിട്ട് പോകാൻ ദശരഥൻ ഒരിക്കലും തയ്യാറായില്ല. മഹാപടയാളിയായിരുന്നു. അജന്റെ മകനായിരുന്നു ദശരഥൻ. അജൻ എന്ന് പറയുന്നത് സൂര്യവംശ രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഒരാളായിരുന്നു അജൻ. അജന്റെ മകനാണ് ദശരഥൻ. ദശരഥൻ രാമൻ മകനായി വന്ന് ജനിക്കണമെങ്കിൽ, ഒരു രാമായണത്തിൽ അത് പറയുന്നുണ്ട്, രാമൻ മകനായി വന്ന് ജനിക്കണമെങ്കിൽ, ഇപ്പൊ ഈശ്വരന് വന്ന് മകനായി ജനിക്കണമെങ്കിൽ ആ അച്ഛനും അമ്മയും വലിയ തപസ്സുള്ളവരായിരിക്കണം. അപ്പൊ കൗസല്യക്ക് തപസ്സുണ്ട്. അത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യം അധ്യാത്മരാമായണത്തിലുണ്ട്. രാമൻ വന്ന് ജനിച്ചു കഴിയുമ്പോൾ കൗസല്യ രാമനോട് പറയുന്നുണ്ട്, ഭഗവാനെ എനിക്ക് അക്ഷരാഭ്യാസവും ഇല്ല, വായിക്കാനും എഴുതാനും അറിയില്ല, എനിക്ക് ഭഗവത് പ്രാപ്തി വേണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയെ അങ്ങൊരു കുഞ്ഞായിട്ട് എനിക്ക് കിടന്നു തരണം. ഞാൻ അങ്ങയെ മലമൂത്ര വിസർജ്യങ്ങൾ മുഴുവൻ കോരി ശുശ്രൂഷിച്ചോളാം. അങ്ങനെ ശുശ്രൂഷിച്ചാൽ എനിക്ക് മോക്ഷം തരണം. അപ്പൊ ഭഗവാൻ പറയുന്നു, ഞാൻ കുഞ്ഞായിട്ട് കിടന്നു തരാം. ഏതൊക്കെ വിധത്തിൽ എന്നെ ശുശ്രൂഷിക്കുന്നുവോ അതെല്ലാം ഒരു സാധനയായി ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് കുഞ്ഞായിട്ട് കിടക്കുന്നത്. ആദ്യം മഹാവിഷ്ണുവായിട്ടാണ് വരുന്നത്. ഇത് ചില രാമായണങ്ങളിലേ ഉള്ളൂ, വാൽമീകി രാമായണത്തിലില്ല. ഇത് അധ്യാത്മരാമായണത്തിലാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ പാഠമാണ് നമുക്ക് തരുന്നത്. ഒരാളിന് അസാധാരണമായ പാണ്ഡിത്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഭഗവാനെ വെറുതെ ശരണം പ്രാപിച്ചാൽ മതി, മോക്ഷം നമുക്ക് തരും. അതൊരു ഭക്തിമാർഗമാണ്. ഒരു ഭക്തിമാർഗമാണ് അതിനകത്ത് കാണിക്കുന്നത്. അതായത് എനിക്കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഞാൻ ചെയ്യാം, അത് സാധനയായിട്ട് സ്വീകരിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുവോ അത് സാധനയായി സ്വീകരിച്ചുകൊണ്ട് മോക്ഷം തരും എന്നൊരു പാഠമാണ് ഇത് ചെയ്യുന്നത്. ദശരഥനെ കുറിച്ച് പ്രാഥമികമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു സർ.
വോയിസ് ഓഫ് കുറ്റൂരിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുറ്റൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു.